ഹായ് ഗൈസ്, അങ്ങനെ ഞാനും ഷെറിയും ഇത് നമ്മളെ ഫ്രണ്ട്സൊക്കെ ചേർന്ന് ഞങ്ങളുടെ സെൻറ്റ് ജോസഫ് കോളേജിൽ ഞങ്ങൾ പഠിച്ച കോളേജാണ് സെൻറ്റ് ജോസഫ് കോളേജ് പിലാത്ര. അവിടെ ഗ്യാതറിങ്ങിന് പോവുകയാണ്. അവിടെ 20 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്ര വിപുലമായ രീതിയിൽ അലുമിനി മീറ്റ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ പഠിച്ചിട്ട് 12 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. അപ്പോൾ വളരെ എന്താ പറയുക, സന്തോഷത്തോടു കൂടി എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കേ. അങ്ങനെ നീണ്ട 12 വർഷത്തിന് ശേഷം ഞങ്ങളുടെ കോളേജിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ കോളേജ് ഒരുപാട് മാറിയിട്ടുണ്ട്. ബാനറൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ ഷെറീനെ നേരത്തെ കാണിച്ചു തന്നല്ലോ. ഇത് എൻ്റെ അടുത്ത ഫ്രണ്ട് സോജിയ. അവൾ മടക്കാമ്പോയിലാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. എങ്കിലും ഇന്ന് എന്തായാലും ഭയങ്കര സന്തോഷത്തോടു കൂടി ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. പിന്നെ ഒരാളും കൂടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ സാറുമാരെ കാണാൻ പോവാണ്. അയ്യോ അച്ഛൻ, ഒറ്റ മിനിറ്റ്. സുനിൽ സാറിന് സാറ് സുഖം സാർ. ഞങ്ങളുടെ തങ്കജ സാറും ഞങ്ങളുടെ സുനിൽ സാറുമാണ്. പ്രകാശ് ബ്ലോഗർ സാർ, പ്രകാശ് സാറേ നമസ്കാരം. സുഖാണോ സാർ? ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നു RCTയിൽ. സാറിന്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ കണ്ടു നിറഞ്ഞു സാർ. സത്യമായിട്ടും അല്ലേ? സാറിന്റെ വീഡിയോ കണ്ടപ്പോൾ ഞങ്ങളുടെ രാജനച്ഛൻ്റെ ക്ലാരൻസ് അച്ഛനാണ്. അച്ഛാ രാജനച്ഛ അറിയോ? ലിൻഡ പഠിച്ച ആളാണ്. 2007 to 2012 പിന്നെ മാറിയത്. അയ്യോ, ഞങ്ങളെല്ലാവരും ബാച്ചാ. ഇത് ഞങ്ങളുടെ ക്ലാരൻസ് അച്ഛനാണ് കേട്ടോ. ഞങ്ങളുടെ പ്രിൻസിപ്പാളും മാനേജറൊക്കെ ആയിരുന്ന അച്ഛനാണ്. ഇത് ഇപ്പോഴത്തെ ഞങ്ങളുടെ കോളേജിന്റെ മാനേജർ രാജൻ അച്ഛൻ. ഇത് ഞങ്ങളുടെ സബിൻ, ഞങ്ങളുടെ സ്വന്തം സബിൻ. ഞങ്ങളുടെ കോളേജിന്റെ എന്താ പറയണത്, പടികൾ കയറുകയാണ്. അത് തന്നെ കുറേ ഓർമ്മകളുള്ള കോളേജാണ്. ഇത് നമ്മുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇത് പുതിയ ഡിപ്പാർട്ട്മെന്റ്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റാന്ന് തോന്നുന്നല്ലോ അല്ലേ? ഓക്കെ, ഇത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്. ഞങ്ങളുടെ സ്വന്തം ഡിപ്പാർട്ട്മെന്റ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും മുകളിലാണ്. ഞങ്ങളുടെ എല്ലാ ഓർമ്മകളും ഞങ്ങളുടെ സ്വന്തം ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് ഞങ്ങളുടെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ്. അയ്യോ, ഞങ്ങൾ 5 വർഷം ഇവിടെയാണ് പഠിച്ചത്. ഇത് പുതിയ ഡിപ്പാർട്ട്മെൻറ്റാണ്. എനിക്ക് തോന്നുന്നു BA ഡിപ്പാർട്ട്മെൻറ്റാണ് തോന്നുന്നു, അഡ്മിനിസ്ട്രേഷൻ. എനിക്കറിയില്ല, ആയിരിക്കാം. ഓക്കെ. ഞങ്ങളുടെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഒരുപാട് പ്രോജക്റ്റും അസൈൻമെൻറ്റും കൊണ്ട് ഞങ്ങളുടെ സാറുമാർ ഞങ്ങളെ എന്താ പറയുക, മാക്സിമം ഞങ്ങളെ ഈ നിലയിലെത്താൻ വേണ്ടി പരിശ്രമിച്ചതാണ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പോൾ അവിടെ പുതിയ ബ്ലോക്ക് വന്നിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഞങ്ങളുടെ ഫോട്ടോ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പൊടി പിടിച്ച് ഞങ്ങൾ ഇന്ന് പൊടി തട്ടുന്നതായിരിക്കും കേട്ടോ. എന്നെ കാണുന്നില്ലല്ലോ. ഓക്കെ, ഞങ്ങളിതാ പൊടി തുടക്കുന്നുണ്ട് കേട്ടോ. സോജി നന്നായിട്ട് തുടച്ചോ? അതെ അതെ, ഞങ്ങളുണ്ടാവുമ്പോൾ തന്നെ ഫസ്റ്റ് ഇയർ അതെ, ഞങ്ങൾ ഫസ്റ്റ് ഇയർ ഉണ്ടാകുമ്പോൾ സാറുണ്ട്.
ഞങ്ങളിത് 20 പേരാണ് ഞങ്ങൾ പഠിച്ചത്. അപ്പം ഞങ്ങൾ 20 പേര് നിറഞ്ഞാടിയ സെൻറ് ജോസഫ് കോളേജാണ് കേട്ടോ MSW. നമ്മൾ ആൾക്കാർ വളരെ ശുഷ്കമാണല്ലോ ആൾക്കാർ. ഞങ്ങളുടെ ഹലോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മുടെ അലുമിനി മീറ്റ് നമ്മുടെ കോളേജ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ബൃഹത്തായ രീതിയിൽ. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ്. രജിസ്റ്റർ ചെയ്ത സമയത്ത് കുറെ പേരുടെ പേര് ഞങ്ങൾ കണ്ടായിരുന്നു. ഏകദേശം 82ഓളം പേര്. സോഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്നു. ഇപ്പോഴും സംസ്കൃത സർവകലാശാല പയ്യന്നൂർ പ്രാദേശിക സോഷ്യൽ ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകനാണ്. ഡിഗ്രി എന്ന് പറയുമ്പോൾ 3ാമത്തെ ബാച്ച്, കോളേജ് തുടങ്ങിയിട്ട് 3ാമത്തെ ബാച്ച്. PGക്ക് അതുപോലെ തന്നെ കോളേജ് ഇല്ല സ്പേസും ഇല്ല കാര്യങ്ങളൊക്കെ മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് സോഷ്യൽ വർക്ക് ഞാൻ 2010-12 ബാച്ചിൽ ഇവിടെ പഠിച്ചതാണ്. ഇപ്പോൾ ഫാമിലി പറഞ്ഞാണ്, ഞാൻ പറഞ്ഞാണ്. അപ്പോൾ ഒരു ആവശ്യത്തിന് വന്നപ്പോൾ ഇവിടെ ഉണ്ടായി. സത്യം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ പോക്ക് നീണ്ടു പോകുന്നത് കാരണമാണ്. വില്ലിംഗ്നസ് ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ തന്നെ ഞാൻ ഷെറിയോട് പറഞ്ഞു എനിക്ക് വരാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല, എന്നാലും ഒന്ന് ഫില്ല് ചെയ്തിട്ടേക്കാന്ന് പറഞ്ഞു. ഞാനിവിടെ DSW-നും MSW-നും ഇവിടെ തന്നെയാണ് പഠിച്ചതാണ്. ജീവിതത്തിൻ്റെ നല്ലൊരു കാലഘട്ടം നമ്മൾ ഇവിടെ തന്നെ ആയിരുന്നു 5 വർഷം. ഞങ്ങൾക്ക് മുമ്പ് 2 സീനിയേഴ്സ് ബാച്ച് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. പിന്നെ ഇപ്പം ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നു തലശ്ശേരിയിൽ. കണ്ണൂർ ജില്ലയുടെ ഓഫീസാണ്. മനസ്സിലായിട്ട് പോകുന്നു. ഈ ഒരു ദിവസം എല്ലാവരും ആയിട്ട് പരിചയപ്പെടാം. വന്നതിന് എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എന്താ പറയുക, നല്ല കാര്യമാണ്. കാരണം നമ്മൾ പക്ഷേ ആൾക്കാർ എണ്ണം കുറവാണ്, പക്ഷെ നമ്മൾ എല്ലാവരും ഒക്കെ ഒന്ന് കാണാമെന്നൊക്കെ ഓർത്ത് തന്നെയാണ് നമ്മൾ വന്നത്. സീനിയേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും കൂടെ പഠിച്ച ഒരാളെ തന്നെ കല്യാണം കഴിച്ചപ്പോൾ കൂടെ പഠിച്ച ഒരാളെ കല്യാണം കഴിച്ചു. പിന്നെ ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. 3 ആൺമക്കളാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ചെറിയ ചെറിയ മക്കളാണ്. അമ്മ ഉള്ളതുകൊണ്ട് അച്ഛനുള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇന്നൊക്കെ ഇവിടെ എത്താൻ വേണ്ടി പറ്റും. താങ്ക് യു. എൻ്റെ പ്രിയപ്പെട്ട എന്താ പറയുക കുടുംബാംഗങ്ങളെ വിശേഷിപ്പിക്കും. അതായത് കുറച്ചുകൂടി നല്ലത്. എൻ്റെ പേര് ലിൻഡ ലൂയിസ്. ഞാൻ കാസർഗോഡ് RCT-യിലാണ് വർക്ക് ചെയ്യുന്നത്. ഫാക്കൽറ്റിയാണ്. അപ്പോൾ 2012 MSW പാസ് ഔട്ടായി. 2013 ഞാനവിടെ കയറി. ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇന്നിവിടെ എന്താ പറയുക, നമ്മൾ ഡിസംബർ 26-ന് എല്ലാ വർഷവും അലുമിനി നടത്തിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ അതിലുപരി ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം ഒരു വീഡിയോ ആണ് ഒരിക്കലും കിട്ടുന്നത്. അത് നമ്മുടെ പ്രകാശ് സാറിൻ്റെ വീഡിയോ ആണ് കിട്ടിയത്. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വരില്ലെന്ന് ആ ഒരു വാക്ക് ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തിൽ കൊണ്ടുവന്നാൽ പറയാം. അപ്പോൾ അത്രയും ഒരു കുടുംബത്തിലേക്ക് വരുന്ന ഫീലായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സെൻറ് ജോസഫ് കോളേജിലേക്ക് വരുമ്പോൾ. 2007 തൊട്ട് 2012 വരെ മാക്സിമം നമ്മുടെ കോളേജിനെ യൂസ് ചെയ്ത ആൾക്കാരാണ് ഞങ്ങൾ ഈ ഇരിക്കുന്ന ആൾക്കാർ. അപ്പോൾ MSW ആയാലും ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇരുന്നിട്ടില്ല. അപ്പോൾ അത്രത്തോളം ഓരോ ആക്ടിവിറ്റീസും പ്രത്യേകിച്ച് ഞങ്ങളുടെ സെൻസാറ് ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് എന്തൊക്കെ വേണം അല്ലെങ്കിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ അതറിയാം. സാറിൻ്റെ കീഴിൽ പഠിച്ചവർക്കറിയാം എങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു സാറിൻ്റെ നിലയിലും അല്ലെങ്കിൽ എങ്ങനെയാവണം ഒരു മനുഷ്യനെന്ന രീതിയിൽ ശരിക്കും പറഞ്ഞ സാർ ഞങ്ങൾ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇരിക്കുന്ന ഞങ്ങളുടെ ബാച്ചിൽ പഠിച്ച 20 പേരാണ്. ഒരു ബോയ്, ബാക്കി 19 ഗേൾസ് ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങിയതും ഇപ്പോഴും പോകുന്നത്. അപ്പോൾ കുറച്ച് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ വേറെ വേറെ ആയിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ പഠിക്കുന്ന സമയത്താണ് ഞങ്ങളിപ്പോൾ അസോസിയേഷൻ ഉണ്ടോയെന്ന് അറിയില്ല, സ്വര എന്ന് പറഞ്ഞിട്ട് അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ഞാനായിരുന്നു. പിന്നെ റെഡ്സ് മാണിയാണ് പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹം കാസർഗോഡാണ് വർക്ക് ചെയ്യുന്നത്. കോൺടാക്റ്റ് ഇല്ല, അവൻ്റെ ഭാര്യയെ കാണാറുണ്ട്.
അപ്പോൾ അത് മാത്രമല്ല ഞങ്ങളുടെ സാറ് ഇടയ്ക്കിടെ വിളിക്കാറുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ RCTയിൽ സ്റ്റുഡൻസ് ഫീൽഡ് വർക്കിന് വേണ്ടി വരുന്ന സമയത്ത് സാർ ഏത് കോളേജിലാണ് ഉള്ളത് ആ കോളേജിൽ നിന്നൊക്കെ കുട്ടികൾ വരാറുണ്ട്. ഇപ്രാവശ്യം മാത്രമാണ് എനിക്ക് അവിടെ എന്താ പറയുക അവസരം കൊടുക്കാൻ പറ്റാതായി പോയത്. അപ്പോൾ ആ ഒരു എന്താ പറയുക ബന്ധവും കൂടി സാറുമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ബാക്കി എല്ലാ മിസ്സുമാരുമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. ഒത്തിരി സന്തോഷം. ഇന്നേ ദിവസം ഞങ്ങൾക്ക് ഈ ഒരു അവസരം ഒരുക്കിയത് ബഹുമാനപ്പെട്ട ജയിസാണ് നമ്മുടെ HOD ആണ് ഇവിടുത്തെ. സാറിനും അതുപോലെ തന്നെ എല്ലാ ഫാക്കൽറ്റീസിനും ഞങ്ങളുടെ ഈ ഒരു ബാച്ചിൻ്റെ ഞങ്ങൾ 20 പേരുണ്ട്. ബാക്കി എല്ലാ സീനിയേഴ്സിൻ്റെ പേരിലും കുറേ പേര് കോൺടാക്ട് ചെയ്തിരുന്നു. എല്ലാവരുടെ പേരിലും ഞങ്ങളെ ക്ഷണിച്ചതിന് ഞങ്ങൾക്ക് ഈ ഒരു അവസരം ഒരുക്കി കൂടി തന്നതിന് ഒത്തിരി നന്ദി പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ടു ഓൾ. എൻ്റെ പേര് മേഘ. ഞാൻ 2020-23 ബാച്ചിൽ BSW പാസ് ഔട്ട്. ഇവിടെ 2 വർഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ സ്റ്റംസിൽ അസിസ്റ്റന്റ്. എൻ്റെ പേര് സബിൻസി ബിജു എന്നാണ്. എൻ്റെ നാട് കനകപ്പള്ളി വെള്ളരിക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഞാൻ ഇവിടെ 2019 BSW ആദ്യമായിട്ട് പഠിക്കാൻ വരുന്നത്. അപ്പം ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്കതേ അറിയാം. അതിന് ശേഷം 5 വർഷത്തെ ഒരു കോളേജിലെ പഠനവും ജീവിതവും വളർച്ചയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. സുനിൽ സാർ ഉണ്ടായിരുന്നു. അപ്പം ഇവരൊക്കെ സീനിയേഴ്സാണ്. അപ്പോൾ ഒരുമിച്ചുള്ള ഒരുപാട് പ്രോഗ്രാംസ്, പിന്നെ ഒരുമിച്ചുള്ളൊരു ജീവിതം പോലെയായിരുന്നു. ഒരു കോളേജിൽ പഠനമല്ല, ഒരു ജീവിതമായിരുന്നു. അതിലൂടെ ഞാൻ നേടിയെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെപ്പോഴും കോളേജിൽ പുറത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും എനിക്കത് ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോളേജിലേക്ക് ഞാനിപ്പോൾ ഇവിടെ കാവലിൻ്റെ ഒരു പ്രോഗ്രാം കോർഡിനേറ്ററായിട്ട് വന്ന് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇപ്പോഴും കോളേജിൽ വരാൻ. കോവിഡ് ബാച്ചാണ്. അത് കഴിഞ്ഞ് 2021 അലോഷ്യസ് സെൻറ്റ് അലോഷ്യസ് മംഗലാപുരത്ത് MSW ജോയിൻ ചെയ്തു. 2023 കഴിഞ്ഞു. അതിന് 2 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തു. 1.5 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ആണ് റിസൈൻ ചെയ്യാൻ. അലുമിനി മീറ്റിൻ്റെ അന്ന് തന്നെ എൻ്റെ ലാസ്റ്റ് ഡേ ആയി. എനിക്ക് എല്ലാവരും കാണാൻ പറ്റി. ഒരുപാട് സന്തോഷം. അതുപോലെ ഹംസീല മിസ് എൻ്റെ സീനിയറായിരുന്നു. സൂര്യ എനിക്ക് ഇവിടെ സീനിയറായിട്ടുണ്ടായിരുന്നു. അലോഷ്യസിൽ തന്നെ എങ്കിലും ജൂനിയറായിട്ട് വന്നു. അപ്പോൾ എല്ലാവരും ഈ ലാസ്റ്റ് ഡേ തന്നെ കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. പിന്നെ ഞാൻ MSW കഴിഞ്ഞത് ഇതല്ല, മംഗലാപുരത്താണ് ശ്രീദേവി. ഇവിടെ വർക്ക് ചെയ്യുന്നു. കാവൽ പ്രൊജക്റ്റിൽ കേസ് ഓഫീസർ ജോലി ചെയ്യുന്നത്. ഞാൻ പഠിച്ചത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ്. സിസ്റ്റർ റെജി. ഞാൻ BSW ചെയ്തത് റോഷനി നിലയം മാഗ്നൂരാണ്. MSW ചെയ്തത് ദേവഗിരി കോളേജിലാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് 2-3 കുട്ടികളൊക്കെ എൻ്റെ ഒപ്പം പഠിച്ച് BSW പഠിച്ചവർ വന്നിട്ടുണ്ടായിരുന്നു MSW. അങ്ങനെ അതുകൊണ്ട് അപ്പോൾ തുടങ്ങി ഈ ഒരു കോളേജിനെ കുറിച്ചുള്ള പേരും ആ കുട്ടികൾ പറയാറുണ്ടായിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ്. ഞങ്ങൾക്കൊരു ഹോം പോലെയാണ്. സ്പെഷ്യൽ നമുക്ക് ജോസ്ന എന്നൊന്നും അവരുടെ അറിയുമെന്ന് അറിയത്തില്ല. ജോസ്ന ഇവിടെ പഠിച്ചത് എൻ്റെ ഒപ്പം MSW ഉണ്ടായിരുന്നു. സോ അന്ന് തുടങ്ങി ഈ ഒരു കോളേജിൻ്റെ പേര് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. സോ ഫോർച്ചുനേറ്റ്ലി ഈ ഒരു വർഷം ജൂണിലാണ് ഞാനിവിടെ പഠിപ്പിക്കാൻ കയറിയത്. സോ ഐ എം ഹാപ്പി. വർഷമായിട്ട് പഠിപ്പിക്കുകയാണ് ഈ കോളേജിൽ. എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാനൊരു BA പഠിച്ച ആളാണ്. പിന്നെ അതിന് ശേഷം MSW ഇവിടെ ഡോൺ ബോസ്കോ കോളേജിലാണ് പഠിച്ചത്. ഞാൻ പഠിച്ച കാലഘട്ടം എന്ന് പറയുന്നത് 2007-2009. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് സെൻറ്റ് ജോസഫ് കോളേജ് അറിയാം. അപ്പോൾ അന്ന് തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഇവിടെയുള്ള കുട്ടികളെ നമ്മൾ ഇച്ചിരി അസൂയോട് നോക്കിക്കൊണ്ടിരുന്നു. കാരണം ഇവരോട് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ ഇത് ടൗണിലിരിക്കുന്നൊരു കോളേജാണ്. അപ്പോൾ നമ്മൾ പല രീതിയിലും ഒന്ന് അസൂയോടുകൂടിയാണ് ഇവിടെയുള്ള പിള്ളേരെ കണ്ടിരുന്നത്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് കാലം ജോലിയൊക്കെ ചെയ്തു. ഒരു 10 കൊല്ലത്തോളം ജോലിയൊക്കെ ചെയ്തു. ഞാൻ കുറച്ച് കാലം ബാംഗ്ലൂരിൽ പോയി ജോലി ചെയ്തു, ഡൽഹിയിൽ ജോലി ചെയ്തു. അതിനിടയ്ക്ക് ഒരു PhD എടുത്തു ഡൽഹിയിൽ നിന്ന് യൂണിവേഴ്സിറ്റി. പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സമയം ഡോൺ ബോസ്കോയിൽ പഠിപ്പിച്ചു. ഇവിടെ ഇപ്പോൾ ഒരു വർഷമായി. എനിക്ക് വന്ന് ഞാനിവിടെ സ്റ്റിക്ക് ചെയ്യുന്നു. സോ ഇവിടുത്തെ സ്വരയുടെ കോർഡിനേറ്റർ ഞാനാണ്. സെക്രട്ടറി. നിങ്ങളെ പറ്റിയൊക്കെ നല്ലോണം പ്രോഗ്രാംസുകൾ ഇവിടെ ഉണ്ടായിരുന്നത് സ്വരേൻ്റെ പേര് ഇപ്പോഴും എല്ലാവരും ഓർക്കുന്നത് സീനിയേഴ്സ് ചെയ്ത പ്രോഗ്രാമുകളെ പറ്റിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഗ്യാതറിങ്ങിന് ശേഷം ഞങ്ങൾ താഴെ കോമൺ ഗ്യാതറിങ്ങിന് വേണ്ടി പോവുകയാണ്. കുറച്ച് പേരെ വന്നുള്ളൂ. പക്ഷെ വന്ന ഞങ്ങൾ 6 പേര് ഞങ്ങൾ വൈബാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ സാറിനെ കണ്ട സന്തോഷമാണ്. ഞങ്ങളുടെ സാറുമാരെ എല്ലാവരെയും കണ്ട സന്തോഷമാണ്. ഇനിയിപ്പോൾ നമ്മൾ താഴേക്ക് പോവുകയാണ് കേട്ടോ. ഗൈസ്, നമ്മുടെ കോളേജേ ഈ ബ്ലോക്ക് കണ്ട്. ഈ ബ്ലോക്ക് ഞങ്ങൾ പഠിക്കുന്ന സമയം ഉണ്ടായില്ല കേട്ടോ. ഇത് പുതിയ ബ്ലോക്കാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ
ബ്ലോഗ്. ഇതാണ് ഞങ്ങളുടെ ഓപ്പൺ ഓഡിറ്റോറിയം കേട്ടോ, പുതുതായിട്ട് പണിതതാണ്. ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളൂ. ഓണം സെലിബ്രേഷനാണ് ഏറ്റവും നല്ലത് ആ ഒരു സമയത്ത്. അതാകുമ്പോൾ ഏകദേശം ആൾക്കാരും വരും. ഓർമ്മകളുടെ മധുര നാരങ്ങകൾ അല്ലി അല്ലിയായി നിറയുമ്പോൾ ഹൃദയം ഗൃഹാതുരത്വത്തിന്റെ കടലാഴങ്ങൾ താങ്ങും. കൗമാരത്തിലേക്കും ക്യാമ്പസ് ജീവിതത്തിലേക്കും ഭാവനയുടെ ഈ ഓർമ്മക്കൂട്ടിലേക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങളുടെ സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിനുള്ള ആഹ്ലാദം ഞങ്ങളും അറിയിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയ ഈ സ്നേഹക്കൂട്ടിലേക്ക് പറന്നെത്തിയ എല്ലാവരെയും ഔദ്യോഗിക ചടങ്ങിലേക്കും അതിനുശേഷം മാറിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അത്ര മനോഹരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ചേർന്നത് 2 വർഷം ആകുന്നേ ഉള്ളൂ. അവിടെ ഒന്ന് ശാരീരിക ജന്മമാണ്, മറ്റൊന്ന് വിദ്യാഭ്യാസ ജന്മമാണ്. അങ്ങനെ പല ജന്മങ്ങൾ നമുക്കുണ്ട്, രാജ്ഞീയ ജന്മം നമുക്കുണ്ട്. ആ രീതിയിൽ നമുക്ക് വിദ്യാഭ്യാസ ജന്മം നൽകിയ നമ്മുടെ സ്വന്തം ഈ ഒരു കലാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉറപ്പായും അതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വൈകാരികമായ തലമാണ് കൂടുതലുള്ളത്. കോളേജ് ക്യാമ്പസിൽ 25 വർഷം നിലനിൽക്കാൻ നിനക്ക് കഴിഞ്ഞല്ലോ. ഇവിടെ ചേർന്നത് 2 വർഷം ആകുന്നേ ഉള്ളൂ. അവിടെ സുഖങ്ങളുണ്ട്. ഒന്ന് ശാരീരിക ജന്മമാണ്, മറ്റൊന്ന് വിദ്യാഭ്യാസ ജന്മമാണ്. അങ്ങനെ പല ജന്മങ്ങൾ നമുക്കുണ്ട്, രാജ്ഞീയ ജന്മം നമുക്കുണ്ട്. ആ രീതിയിൽ നമുക്ക് വിദ്യാഭ്യാസ ജന്മം നൽകിയ നമ്മുടെ സ്വന്തം ഈ ഒരു കലാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉറപ്പായും അതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വൈകാരികമായ തലമാണ് കൂടുതലുള്ളത്. കോളേജ് ക്യാമ്പസിൽ 25 വർഷം നിലനിൽക്കാൻ നിനക്ക് കഴിഞ്ഞല്ലോ. അങ്ങനെയാണ് കുറെ 20 വർഷത്തോളമായിട്ടുള്ള ചിലപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടാകും. ഇവിടെ പ്രസംഗം വലിയ കാര്യമില്ല. ഏതായാലും ഈ പഴയ നമ്മുടെ കോളേജ് തുടങ്ങിയത് ആദ്യം ആ പഴയ കെട്ടിടത്തിലായിരുന്നു. അപ്പം അന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ അടുത്ത റൂമിൽ തന്നെ നമ്മളുണ്ടാവും, ക്ലാസ്സിൻ്റെ അടുത്ത റൂമിൽ. അപ്പം ക്ലാരൻസ് അച്ഛൻ്റെ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി തന്നെ അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തോടു കൂടി തന്നെ അവിടെയൊക്കെ ഇതിൻ്റെ തുടക്കത്തിലുള്ള മാനേജറായിട്ടുള്ള ജേക്കബ് അച്ഛൻ, പൂർവ്വകാല അധ്യാപകര്, PTA വൈസ് പ്രസിഡന്റ്, യൂണിയൻ ചെയർമാൻ, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥികളായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അലുമിനി ഗ്രൂപ്പ് മെമ്പേഴ്സ്, പ്രോജ്വലമായ ഈ ചടങ്ങിൽ ഇന്ന് സെൻറ്റ് ജോസഫ്സിൻ്റെ 20ാമത്തെ വർഷം അതിൻ്റെ അലുമിനി ഗ്രൂപ്പിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നിരിക്കുകയാണ്. ഈ ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്ന് നിങ്ങൾ ഓരോരുത്തരും ഈ ക്യാമ്പസിൻ്റെ മുൻ പ്രതിഭകളായിരിക്കുമ്പോഴും ഈ ക്യാമ്പസിൽ ഇന്ന് എത്തിയപ്പോൾ ഈ ക്യാമ്പസിൽ വന്ന മാറ്റങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും നിങ്ങളുടെ ആ കാലഘട്ടത്തിൽ, വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിങ്ങളുടെ ചെയ്തികളെ അയവിറക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിത് വിഭാവനം ചെയ്യുന്ന അലുമിനി എന്ന് പറയുന്നത് ഏത് തലത്തിലാണോ ആ തലത്തിലേക്ക് ഇത് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂട്ടായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. കോളേജിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും കോളേജിന്റെ പേരിലും അതുപോലെ തന്നെ അലുമിനി അസോസിയേഷന്റെ പേരിലുമുള്ള നന്ദി ആദ്യമേ തന്നെ അർപ്പിക്കുകയാണ്. When
വരുമ്പം ഏഷ്യാനെറ്റ് മൂവീസിൽ എങ്ങാണ്ട് നമുക്ക് പിന്നെ ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പോൾ സെൻറ്റ് ജോസഫിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഒരു ഓർമ്മകളെല്ലാം അയവിറക്കിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പോൾ ഞങ്ങൾ സെൻറ്റ് ജോസഫിൽ നിന്ന് നല്ല ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പോകും. തുടക്കം ടവലില്ല. കണ്ണുടക്കുക, നന്നായി റിലാക്സ് ചെയ്യുക, ബോഡി മൊത്തം ഒന്ന് ഫ്രീ ആക്കി വെക്കുക. ഓക്കെ, സ്വയം വിശ്വസിക്കുക. ഇനിയൊന്നും വായിക്കാൻ വേണ്ടി പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല. അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം വിശ്വസിക്കുക. എന്തായിരുന്നു പേര്? സോണിയ. ഇനി സോണിയക്കൊന്നും വായിക്കാൻ വേണ്ടി പറ്റത്തില്ല. കുറച്ച് സമയത്തേക്ക് ഒന്നും വായിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? സോണിയ ഒന്ന് കണ്ണ് തുറക്കുക. അയ്യോ, അയ്യോ ഇതെന്താ ഭാഷ? ജസ്റ്റ് ഇതൊന്ന് വായിക്കാവോ? ഓക്കെ, സോണിയ ഇത് കണ്ണു തുറക്കുക. പേര് വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, ഇതൊന്ന് വായിക്കുക. എനിക്കറിയില്ല, ഇതൊന്ന് വായിക്കാവോ? ഓക്കെ, ഒന്നുകൂടി ചെയ്ത് നോക്കാം. സോണിയ ഒന്നുകൂടി. സ്വയം വിശ്വസിക്കുക. ഇനി സോണിയക്ക് വായിക്കാൻ വേണ്ടി പറ്റുമെന്ന് സ്വയം വിശ്വസിക്കുക. ഓക്കെ, എക്സ്പീരിയൻസ്. ഓക്കെ, സോണിയ ഒന്ന് സ്വയം വിശ്വസിക്കുക. ഇനി സോണിയക്ക് വായിക്കാൻ വേണ്ടി പറ്റൂലേ? അതെന്നെ എടുക്കാം. പറ്റൂലേ? ഉറപ്പല്ലേ? ഇത് കണ്ണു തുറക്കുക, ഇതൊന്ന് വായിക്കുക. ഓക്കെ, താങ്ക് യു. ഇനി അവസാനമായിട്ട് ഒന്നുകൂടി ചെയ്തൂടെ? ബോറടിക്കുന്നുണ്ടോ? നമ്മുടെ സ്റ്റെല്ല ആൻറ്റി. അയ്യോ, ആണോ? നേരത്തെ ഹോസ്പിറ്റലായിട്ട് പോയിരുന്നു. വെള്ളിൽ പരവകളായി നാം പൊങ്ങിപ്പടരാം, വർണ്ണം വിതറിയ വാനിൽ